ഇന്ന് ഗ്ലോബലി 300 മില്യൺ കുട്ടികളെയാണ് 300 മില്യണാണ് നമ്മൾ സംസാരിക്കുന്നത്. ഒരു 1-2 കുട്ടികൾ, 300 മില്യൺ കുട്ടികളാണ് ടെക്നോളജീൻ്റെ ത്രൂ ആയിട്ട് സെക്ഷുവലി അബ്യൂസ് ചെയ്യപ്പെടുത്തപ്പെട്ടു. അത് സെക്സ്റ്റോർഷൻ ആയിക്കോട്ടെ, സെക്സ് ട്രാഫിക്കിംഗ് ആയിക്കോട്ടെ, സെക്ഷുവൽ ഹാം ആയിക്കോട്ടെ. ഓക്കെ, ഇതാണ് നമ്പേഴ്സ്. അതും ഒരു റിയാലിറ്റിയാണ്. ഓക്കെ, സോ ഈ റിയാലിറ്റി നമുക്ക് ലജ്ജിക്കേണ്ട ആവശ്യമില്ല, പക്ഷേ അക്സെപ്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ദാറ്റ് ഇങ്ങനത്തെ ഒരു റിയാലിറ്റി ഉണ്ട്. ആൻഡ് ആ അക്സെപ്റ്റൻസിൽ നമുക്ക് കിട്ടുന്ന സൗഭാഗ്യങ്ങളും പ്രിവിലേജസും അതിനെ വാല്യൂ ചെയ്യാൻ പഠിക്കുക. ഓക്കെ, ഇതെല്ലാ കുട്ടികൾക്കും കിട്ടിയിട്ടില്ല. ഓക്കെ, എത്രയോ പെൺകുട്ടികൾ, ഇപ്പോൾ നമ്മളിപ്പോൾ സംസാരിക്കുന്നത് ഈ സ്ത്രീകളുടെ കുട്ടികളാണ്. അതെ, പക്ഷേ എത്രയോ കുട്ടികൾ തന്നെ വിൽപ്പനപ്പെടുന്നു ഈ പരിപാടിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ നമ്മൾ ചോദിക്കാനുള്ളത്, ആരാണ് ഇത് വാങ്ങിക്കുന്ന ആൾക്കാർ? 3 വയസ്സ് കുട്ടീൻ്റെ കൂടെ ഞാൻ സെക്സ് ചെയ്യണം പറഞ്ഞിട്ട് നടക്കുന്ന, അതിന് വേണ്ടിയിട്ട് ഞാൻ കാശ് കൊടുത്തിട്ട് ഞാൻ സെക്സ് ചെയ്യാൻ റെഡി ആയിട്ടിരിക്കുന്ന ആളാരാണ് നമ്മുടെ സമൂഹത്തിൽ? അതാണ് നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. എത്ര കാശ് വേണമെങ്കിൽ ഞാൻ കൊടുക്കാൻ തയ്യാറാണ്. എനിക്ക് 10 വയസ്സ് ഫ്രഷ് കുട്ടി വേണം. ഓക്കെ, ഇവരൊക്കെ ആരാണ്? ഏതോ ഒരു വേറെ പ്ലാനറ്റിൽ നിന്ന് വരുന്ന ആൾക്കാരല്ല. നമ്മുടെ സമൂഹം, നമ്മുടെ മക്കൾ, നമ്മുടെ ഭർത്താക്കന്മാർ, നമ്മുടെ ഏട്ടന്മാർ, നമ്മുടെ ചെറിയച്ഛന്മാർ, നമ്മുടെ വലിയച്ഛന്മാർ, നമ്മുടെ അടുത്ത് നമ്മൾ അറിയുന്ന ആൺ സമൂഹം, ഇവരൊക്കെയാണ്.